ഹായ് മക്കളെ, അവന മിസ് ആണേ. അപ്പൊ ഇന്ന് നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നോക്കിയേ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണടാ? നമ്മളെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളുണ്ട് അല്ലേ. കരയിൽ മാത്രമുള്ളതുണ്ട്, വെള്ളത്തിൽ മാത്രമുള്ളതല്ലേ, ലാൻഡിൽ മാത്രവും സീയിൽ മാത്രമൊക്കെ അല്ലേ, റിവറിലൊക്കെ മാത്രമൊക്കെ ജീവിക്കുന്ന ജീവികളുണ്ട്. അതുപോലെ തന്നെ എന്താണ്, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളുണ്ട്. അവയെ നമുക്ക് എന്ത് പറയാന്നറിയോ? ആംഫീബിയൻസ് കേട്ടോ. ആംഫീബിയൻസ് അതായത് ഉഭയജീവികൾ എന്ന് പറയാം കേട്ടോ. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളെ നമുക്ക് എന്ത് പറയാ? ഉഭയജീവികൾ എന്ന് പറയാം. ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് കേട്ടാലോ, ഉദാഹരണങ്ങൾ കേട്ടെ. നോക്കടാ, ഇതാ നമ്മൾ ഫ്രോഗ്, അതായത് തവള എന്താണ്, കരയിലും വെള്ളത്തിലും ജീവിക്കൂലേ, നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ ഫ്രോഗ് അല്ലെ, തവള എന്താണ്, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവിയാണ്. അതുപോലെ എന്താണ് സാലമാൻഡർ അല്ലെ, സാലമാൻഡർ എന്താണ്, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവിയാണ് കേട്ടോ. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് എന്ത് ചെയ്യാ, നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, നോക്കിയേ ഇവയ്ക്ക് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതാണ് മിസ് പറയാൻ പോകുന്നത് കേട്ടോ. അടുത്ത ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എക്സാമിന് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ്. ഇവയുടെ പ്രത്യേകത നോക്കാലോ. ദ ഫസ്റ്റ് ഫേസ് ഓഫ് അവർ ലൈഫ് സൈക്കിൾ ഈസ് കംപ്ലീറ്റ്ലി ഇൻ വാട്ടർ. അതായത് ജീവിതഘട്ടത്തിന്റെ അല്ലെങ്കിൽ ജീവിത ചക്രത്തിന്റെ ആദ്യ ഘട്ടം എന്താണ്, മുഴുവനായിട്ട് എന്തായിരിക്കും, മുഴുവനായിട്ട് വെള്ളത്തിലായിരിക്കും. ഓക്കെ, പിന്നെയോ വെൻ വി ആർ ഫുള്ളി ഗ്രോൺ വി ലിവ് ഇൻ ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ. അതായത് വളർച്ചയെത്തിയ ഞങ്ങൾ കരയിലും വെള്ളത്തിലുമായിട്ട് ജീവിക്കുന്നു. ആദ്യം മുഴുവനായിട്ട് വെള്ളത്തിലാണെങ്കിലും ഒന്ന് വളർന്നു കഴിഞ്ഞാൽ എന്താവും, ഇത് കരയിലും വെള്ളത്തിലുമായിട്ട് ജീവിക്കും കേട്ടോ. പിന്നെയോ വി ഹാവ് സ്പൈൻ. എന്താണ്, ഇതിന് നട്ടെല്ലുണ്ട്. എന്താണ്, ഇവർക്ക് നട്ടെല്ലുണ്ട്. പിന്നെ നോക്കാലോ, വി ആർ കോൾഡ് ആംഫീബിയൻസ്. അപ്പൊ നമ്മൾ എന്ത് വിളിക്കുന്നു, ആംഫീബിയൻസ് അല്ലെങ്കിൽ ഉഭയജീവികൾ എന്ന് വിളിക്കുന്നു. നിങ്ങൾ എന്തൊക്കെ പഠിച്ചു വെക്കണം, എന്താണ് ആംഫീബിയൻസ്, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളാണ് ആംഫീബിയൻസ് അല്ലെങ്കിൽ ഉഭയജീവികൾ എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ എക്സാമ്പിൾസ് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഓക്കെ, അതുപോലെ ഇതിന് കുറച്ച് പ്രത്യേകതയൊക്കെ മിസ് പറഞ്ഞല്ലേ ഇപ്പം. അപ്പൊ എന്ത് ചെയ്യുക, അത് മിസ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കുക. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കേട്ടോ. ഓക്കെ, താങ്ക് യു.